അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിലാണ്, ചർച്ചകളിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നാം സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം ഖുർആനോട് കാണിക്കേണ്ട മര്യാദകൾ, ബഹുമാനങ്ങൾ എന്നിവയെ പറ്റിയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നത് പോലും വളരെ വലിയ മഹത്വമുള്ള കാര്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവന് കൂലിയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ കൂലി തന്നെ 10 ഇരട്ടി വരെ പോകാം. എന്നിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുകയില്ല, മറിച്ച് അലിഫ് എന്നുള്ളത് ഒരു ഹർഫാണ്, ലാം എന്നുള്ളത് മറ്റൊരു ഹർഫാണ്, മീം എന്നുള്ളത് മറ്റൊരു ഹർഫാണ് എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ് അവിടെ ലഭിക്കുന്നത് എന്നാണ്. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണേ, എന്നാൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്കത് ശുപാർശകനായി നാളെ പരിശുദ്ധ ഖുർആൻ വരുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില അദബുകളും ചില ബഹുമാനങ്ങളും നാം പാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് നേരെ തിരിച്ച് സാക്ഷി പറയുന്നതാണ്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ ശപിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റുബ്ബ ഖാരിഇൻ ലിൽ ഖുർആൻ, എത്ര ഖാരിഇങ്ങളാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. വൽ ഖുർആനു യൽഅനുഹു, പക്ഷേ പരിശുദ്ധ ഖുർആൻ അവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഖുർആനോട് കാണിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ, ബഹുമാനാർത്ഥങ്ങൾ കൊടുക്കാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അത് ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ അദബ് പാലിച്ചായിരിക്കണം, എല്ലാ ബഹുമാനാർത്ഥങ്ങളും കൊടുത്തിട്ടായിരിക്കണം പരിശുദ്ധ ഖുർആനും ഓതേണ്ടതും അതുമായി ബന്ധപ്പെടേണ്ടതും. മഹാനായ അബ്ദുൽ മലിക് മർവാൻ ചക്രവർത്തിയുടെ ഒരു സംഭവം, ഒരു ചരിത്രം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു എന്നാണ്. അതിനെപ്പറ്റി ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന്. ആ സമയത്ത് അബ്ദുൽ മലിക് മർവാൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഒരിക്കൽ ഞാൻ തന്റെ ഖസാന പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഒരു പരിശുദ്ധ ഖുർആൻ കാണുകയാണ്. ആ ഖുർആനിന്റെ മുകളിൽ ഒരു കത്ത് കാണുകയാണ്. ഞാൻ ഒരിക്കൽ ഗവർണർക്ക് അയച്ച കത്തായിരുന്നു. ആ കത്ത് പരിശുദ്ധ ഖുർആനിന്റെ മുകളിലായിരുന്നു. ഞാൻ ആ സമയത്ത് തന്റെ മന്ത്രിയെ വിളിച്ച് ചൂടായി. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു എന്നാണ്. എന്നിട്ട് ആ കത്ത് അദ്ദേഹം വലിച്ചെറിഞ്ഞ് ആ മന്ത്രിയെ വളരെ ശക്തമായി ചൂടാവുകയും ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിടുകയും ചെയ്തു എന്നാണ്. ഈ ഒരു ബഹുമാനം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നതെന്ന് മഹാനായ അബ്ദുൽ മലിക് മർവാൻ പറയുകയുണ്ടായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനാർത്ഥങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനും വിജയിക്കാനും സാധിക്കുന്നത്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹു എന്ന് എഴുതിയ ഒരു കടലാസ് നിലത്ത് നിന്ന് മണ്ണ് പുരണ്ട രീതിയിൽ കാണുകയും അങ്ങനെ ആ പേപ്പർ എടുത്ത് വളരെ വൃത്തിയാക്കി സുഗന്ധം ഉപയോഗിച്ച് വളരെ മനോഹരമായി അത് ബഹുമാനാർത്ഥങ്ങൾ കൊടുത്ത് അത് വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു പിന്നീട് ലോകം അറിയപ്പെട്ട സൂഫിയായി, വലിയായി ജീവിച്ചത്. അദ്ദേഹം ഒരു കള്ളുകുടിക്കാരനായിരുന്നു, ഒരു കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം വിജയിക്കാനുള്ള കാരണം ഈ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹു എന്ന ഈ പദം, ജലാലത്തിന്റെ പദം വളരെ ശുദ്ധിയോടുകൂടെ അദ്ദേഹം പരിപാലിച്ചത് കൊണ്ടാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖവൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ശആറുകളെ ബഹുമാനിക്കുകയാണെങ്കിൽ അത് അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള തഖ്വ കൊണ്ട് മാത്രമാണ്. അപ്പോ ഒരു മനുഷ്യന് തഖ്വയുണ്ടാകുമ്പോഴാണ്, ഒരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ശിആറുകളെ നാം ബഹുമാനിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനുമായി നാം പാലിക്കേണ്ട ചില മര്യാദകൾ ഇവിടെ വിവരിക്കാം. ഒന്നാമതായി മിസ്വാക്ക് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. രണ്ടാമതായി വുളൂ ചെയ്യൽ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ തൊഴണമെങ്കിൽ, എടുക്കണമെങ്കിൽ വുളൂ നിർബന്ധമാണ്.
ശുദ്ധി അനിവാര്യമാണ്. അതേപോലെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്, അത്തർ ഉപയോഗിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ വളരെ ഉയർന്ന സ്ഥലത്ത് വെക്കണം എന്നാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഈ വിഷയത്തിൽ വളരെ വലിയ അമാന്തത കാണിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിന്റെ ബഹുമാനത്തിൽ വളരെ ഉയർന്ന സ്ഥലത്ത് നല്ല ആദരവോടുകൂടെയാണ് വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും നമുക്കറിയാം, സുജൂദ് ചെയ്യുമ്പോ, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ പല നാടുകളിലും കാണാം ജനങ്ങൾ തന്റെ അപ്പുറത്തുള്ള മുസല്ലയിൽ വെക്കുന്നതായിട്ട് കാണാം. അതേപോലെ പരിശുദ്ധ ഖുർആൻ പലപ്പോഴും ചളി പുരണ്ടതായിട്ട് അല്ലെങ്കിൽ മാറാല പിടിച്ചതായിട്ട് വളരെ സൂക്ഷ്മത ഇല്ലാത്ത രീതിയിൽ പരിശുദ്ധ ഖുർആൻ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നാം ജാഗ്രത കുറവ് പാടില്ല. പക്ഷേ ഖുർആനുമായി അങ്ങനെ നിന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആനെ ഇത്തരത്തിൽ അതവുകേട് ചെയ്യുമ്പോൾ നമ്മുടെ ആക്കിബത്ത് മോശമാവാൻ കാരണമാവുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അദബാണ്, നിർബന്ധമായ ഒരു കാര്യമാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരിപൂർണമായും തജ്വീദോടുകൂടെയായിരിക്കണം, നിയമങ്ങളോടുകൂടെയായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീല, പരിശുദ്ധ ഖുർആൻ തർത്തീലായിട്ടായിരിക്കണം നിങ്ങൾ ഓതേണ്ടത്. വളരെ സാവധാനത്തോടു കൂടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു അദബാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഔദും ബിസ്മിയും ഓതൽ. നമുക്കറിയാം, തൗബ സൂറത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ്. അതിലല്ലാത്ത എല്ലാ സൂറത്തുകളിലും ഔദും ബിസ്മിയും ഓതിരിക്കണം. അതേപോലെ തന്നെ വഅയ്യജ്ലിസ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇരുന്നാണ് ഓതേണ്ടത്. അതാണ് അതിന്റെ അദബ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഓതലും പ്രശ്നമില്ല. എന്നാൽ അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഇരുന്നോതലാണ് സുന്നത്ത്. അതേപോലെ തന്നെ വയസ്തഖ്ബിലൽ ഖിബ്ലത, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതേപോലെ വഅയ്യബ്കി, മറ്റൊരു അദബാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരയുക എന്നുള്ളത്. അള്ളാഹുവിന്റെ കലാമിനെ ഓർത്ത് അള്ളാഹു നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹു സാധുവായ ഫഖീറായ എന്നോട് സംസാരിക്കുകയാണ് എന്നെങ്കിലും ഓർത്ത് അള്ളാഹുവിന്റെ വഅദും വഈദും മനസ്സിലാക്കി ആ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കരയണം എന്നുള്ളതാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ തബാക്കി, നിങ്ങൾ കരച്ചിൽ നടിക്കുകയെങ്കിലും വേണമെന്നുള്ളതാണ്. നമുക്ക് കരച്ചിൽ വന്നിട്ടില്ലെങ്കിലും നമ്മൾ കരയുന്നത് പോലെ അഭിനയിക്കുകയെങ്കിലും വേണം. അതേപോലെ മറ്റൊരു അദബാണ് പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യൽ. അതാണ് ഏറ്റവും പുണ്യകരമായ പാരായണം. അതുപോലെ മറ്റൊരു അദബാണ് പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഹിഫ്ളോടുകൂടെ അല്ലെങ്കിൽ കാണാതെ ഓതുന്നതിനേക്കാൾ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യലാണ് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത്. എന്നാൽ അവന് കാണാതെ ഓതലാണ് ഏറ്റവും ഖുശൂഉം തവറഉം അവന് ലഭിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഞാൻ വലിയ ഖാരി ആണ്, ഞാൻ വലിയ ഓത്തുകാരനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാവരുത് അവൻ പാരായണം ചെയ്യേണ്ടത്. അതേപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അർത്ഥം അറിഞ്ഞ് അർത്ഥം ചിന്തിച്ചായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. സാധാരണ ഖിറാഅത്ത് ഓതുന്നതിനേക്കാൾ അവൻ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്ത് ഓതിയാൽ എത്രയോ 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്ക് ഉത്ബോധിപ്പിക്കാറുണ്ട്, അഫലാ യതദബ്ബറുൽ ഖുർആൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു തആല നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കണം എന്നർത്ഥത്തിലുള്ള ഒരുപാട് ആയത്തുകൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാവാൻ ഏറ്റവും വലിയ നിമിത്തമാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് ആലോചിച്ച് ഖുർആൻ പാരായണം ചെയ്യലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മര്യാദകൾ, അദബുകൾ, ബഹുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായുള്ള ഈ ബഹുമാനങ്ങളും അദബുകളും പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രതിഫലം, കൂലി നമുക്ക് ലഭ്യമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ ബഹുമാനങ്ങളോടുകൂടെ എല്ലാ അദബുകളും പാലിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.